ഇന്ന് KFC മാത്രം 5000 കലോറി ഞാൻ കഴിച്ചു തീർക്കണം, അത് ഒറ്റ ഇരിപ്പിന്. ആദ്യം തന്നെ കുറച്ച് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് ബാക്കി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഓർഡർ ചെയ്ത് തന്നെ 5000 കലോറിക്ക് മേളുണ്ടായിരുന്നു. ആദ്യം തന്നെ കഴിക്കുന്നത് അമേരിക്കൻ ക്ലാസിക്കൽ സിംഗർ ബർഗർ ആണ്. അത് ഞാൻ നിമിഷ നേരം കൊണ്ട് കഴിച്ചു തീർത്തു. അടുത്തത് ഇന്ത്യൻ തന്തൂരി സിംഗർ ബർഗർ. ഈ രണ്ട് ബർഗറും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 1400 കലോറി തന്നെ ഞാൻ കഴിച്ചു തീർത്തു. അതിന്റെ കൂടെ ഒരു ലാർജ് പെപ്സിയും കൂടെ ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് ഫ്രൈഡ് ചിക്കൻ കഴിക്കാന്ന് കരുതി 6 പീസ് ഫ്രൈഡ് ചിക്കൻ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചലഞ്ചിലെ ഏറ്റവും ഹാർഡായിട്ട് തോന്നിയത് ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതാണ്. കാരണം ഇത്രയും ഓയിലി ഫ്രൈഡ് ചെയ്ത ഒരു സാധനം കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ കൂടുതലെടുത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ കംപ്ലീറ്റ് ആക്കി. അടുത്തത് KFCയുടെ ഡബിൾ ചിക്കൻ റോൾ ആയിരുന്നു. ഇതാണെങ്കിൽ ഒരു പൊറോട്ടയ്ക്കകത്ത് ചിക്കൻ പൊതിഞ്ഞ് തന്നേക്കുക. പൊറോട്ട നല്ല ഹാർഡ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലേവർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കഴിക്കാൻ നല്ല പ്രയാസപ്പെട്ടു. അതിന്റെ ടേസ്റ്റ് വായിന്ന് പോകാൻ വേണ്ടി ആ പെപ്സി ഫുള്ള് കുടിച്ചങ്ങ് തീർത്ത് ഞാൻ. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു മീഡിയം പെപ്സിയും കൂടെ വാങ്ങി. അടുത്തത് ഈ ലാർജ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ബാക്കിയുള്ളത്. ഇപ്പൊ തന്നെ 4500 കലോറി നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5000 കലോറി കംപ്ലീറ്റ് ആക്കും. ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ കെച്ചപ്പും ടിപ്സും ഒക്കെ മുക്കി വാരി കുഴച്ച് ചോറ് കഴിക്കുന്ന എനിക്ക് കഴിച്ചങ്ങ് തീർത്തു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 5200 കലോറി സംതിങ് അങ്ങോട്ട് കഴിച്ചു തീർത്തു. ഗൈസ്, അത് കഴിഞ്ഞ് നമുക്ക് വലിയൊരു പണി കിട്ടി. ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഭയങ്കര വയറുവേദനയൊക്കെ അനുഭവപ്പെട്ട് പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയി. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ഇനി ഫുഡ് ചലഞ്ച് ഒന്നും എക്സ്ട്രീം ആയിട്ടുള്ള ഫുഡ് ചലഞ്ച് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കുറേ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്ന്. അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രീം ആയിട്ടുള്ള ഫുഡ് ചലഞ്ചൊക്കെ പതുക്കെ നൈസിനൊന്ന് ഒഴിവാക്കി വെക്കുക. ഇനി എൻ്റെ ഫുഡ് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂട്ടുകാരന്മാരും ഒക്കെ ആയിരിക്കും. നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ചലഞ്ച്.